ദി റിവഞ്ച്. ദി റിവഞ്ച്. നിർമ്മാണം ക്രിസ്റ്റി ജോസഫ് സണ്ണിസഹ. നിർമ്മാണം ബെനറ്റ് ജോസഫ് ബെന്നി. വയനാടിന്റെ ആ മനോഹരമായ പച്ചപ്പിനിടയിൽ ഒരു പാടശേഖരത്തിനും ഇടവഴിക്കും അരികിലായുള്ള ആ പഴയ ഓലമേഞ്ഞ വീട്. അവിടെ ഉമ്മറത്തിണ്ണയിൽ 13 വയസ്സുകാരനായ ഉണ്ണിയിരിക്കുകയാണ്. കീറിയ വസ്ത്രങ്ങളും ഒഴിഞ്ഞ വയറും. അച്ഛന്റെ വേർപാടിനു ശേഷം ആ കുടുംബം കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു. ഒരു ഉച്ചനേരം വിശപ്പ് സഹിക്കവയ്യാതെ അമ്മ ഉണ്ണിയോട് ചന്തയിൽ പോയി കുറച്ച് അരി ചോദിക്കാൻ പറഞ്ഞു. പക്ഷെ കടക്കാരൻ പഴയ കടത്തിന്റെ പേരിൽ അവനെ ക്രൂരമായി ആക്ഷേപിച്ച് ഇറക്കിവിട്ടു. അപമാനവും പട്ടിണിയും താങ്ങാനാവാതെ ഉണ്ണി തന്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു തെറ്റ് ചെയ്തു, അരി മോഷ്ടിച്ചു. പക്ഷെ നാട്ടുകാർ അവനെ പിടികൂടി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അധിക്ഷേപിച്ചു. ആ നാണക്കേടിൽ നിന്നും കുടുംബത്തെ രക്ഷിക്കാൻ പണമില്ലാതെ വയ്യെന്നുറപ്പിച്ച ഉണ്ണി ഒരു രാത്രിയിൽ ആരുമറിയാതെ ഒരു കാളവണ്ടിയിൽ ഒളിച്ചു കയറി നാടുവിട്ടു. അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. കൃത്യം 3 വർഷവും 3 മാസവും 3 ദിവസവും കടന്നുപോയി. ഉണ്ണി എത്തിപ്പെട്ടത് രാജസ്ഥാനിലായിരുന്നു. അവിടെ ഒരു കുടുംബം അവനെ ദത്തെടുത്തു. മോത്തുരാജ എന്ന് പേരിട്ടു. അവർ അവനെ പഠിപ്പിച്ചു, വളർത്തി. പക്ഷേ അവന്റെ മനസ്സിൽ എപ്പോഴും തന്റെ അമ്മയും അനിയത്തിയുമായിരുന്നു. 14 വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയ കമ്പനിയുടെ മാനേജറായി മാറിയ ഉണ്ണി തന്റെ ആഡംബരക്കാറിൽ പഴയ നാട്ടിലേക്ക് തിരിച്ചെത്തി. അവിടെ അവൻ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. അനിയത്തി ബന്ധുക്കളുടെ വീട്ടിൽ പാത്രം കഴുകുന്നു. അമ്മ മുടന്തുന്ന കാലുമായി മുറ്റമടിക്കുന്നു. അവൻ അവരെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. തന്നെയും തന്റെ കുടുംബത്തെയും പീഡിപ്പിച്ചവരുടെ മുഖത്തേക്ക് അവൻ പണമെടുത്തെറിഞ്ഞു. കടങ്ങളെല്ലാം വീട്ടി. അവരെയും കൂട്ടി അവൻ രാജസ്ഥാനിലേക്ക് പോയി. ഇന്ന് അവന്റെ അനിയത്തി ഒരു ഡോക്ടറാണ്. പണ്ട് അരി മോഷ്ടിക്കേണ്ടി വന്ന ആ പഴയ ഉണ്ണിയും കുടുംബവും ഇന്ന് രാജസ്ഥാനിലെ ഏറ്റവും വലിയ സമ്പന്നരായി തലയുയർത്തി നിൽക്കുന്നു.